കടുത്ത വേനൽ മുന്നിൽ കണ്ട് വന്യജീവികൾക്കായി കുടിവെള്ളമൊരുക്കി വനം വകുപ്പ്. നിലമ്പൂർ കരുളായി റേഞ്ചിലെ ഉൾവനത്തിലാണ് തടയണ നിർമ്മിച്ചത്. കാട്ടുപോത്ത് ഉൾപ്പെടെയുള്ള വന്യജീവികൾ കുടിവെള്ളം തേടി ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. നിലമ്പൂരിൽ വന്യമൃഗങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഭാഗമാണ് കരുളായി റേഞ്ച്. ഈ വനമേഖലയിലാണ് തടയണ നിർമ്മിച്ച് ജലലഭ്യത ഉറപ്പുവരുത്തിയിരിക്കുന്നത്. വനം വകുപ്പും വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബ്ബും ചേർന്ന് മൂത്തേടം പൂളയ്ക്കാംപാറയിൽ നിന്ന് 3.5 കിലോമീറ്റർ അകലെ എട്ടുകണ്ണിയിൽ ഈങ്ങാർത്തോടിന് കുറുകെയാണ് തടയണ നിർമ്മിച്ചത്. ക്ലബിലെ 30ഓളം അംഗങ്ങൾ ഭാഗമായി. അപ്പോൾ ഇത് വന്യജീവി വകുപ്പ് പുതുതായി നടപ്പാക്കുന്ന മിഷൻ ഫുഡ് ഫോഡർ വാട്ടർ സ്കീമിൽ ഉൾപ്പെടുത്തി തടയണ നിർമ്മിച്ചാൽ മൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ ജലം ലഭിക്കുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ തടയണ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. വേനൽ കടുത്തതോടെ കാട്ടിനുള്ളിലെ ജലാശയങ്ങൾ ഏറെക്കുറെ വറ്റിവരേണ്ട അവസ്ഥയിലാണ്. മൃഗങ്ങൾ കുടിവെള്ളം തേടി നാട്ടിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഇനി ഏറെയുമാണ്. ഇതിന് തടയിടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തടയണയിൽ വെള്ളം നിറഞ്ഞ് പൊട്ടിപ്പോകാതിരിക്കാൻ കോൺക്രീറ്റ് പൈപ്പുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ജനവാസ മേഖലയോട് ചേർന്ന വനം പ്രദേശത്ത് അടിക്കാടുകൾ വെട്ടുന്ന നടപടിയും വനം വകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. 24 മലപ്പുറം. കടുത്ത വേനലിൽ നമുക്ക് തന്നെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അല്ലേ? അപ്പോൾ ഈ ഇത്തരത്തിലുള്ള മൃഗങ്ങൾക്ക് അടക്കം വെള്ളം അവർക്ക് നൽകുന്ന നല്ല ഒരു പരിപാടിയാണ് അല്ലേ? ഇത് പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വൈറ്റിലയിൽ ഒരു വീട്ടില് ഈ വീടിന്റെ മുൻവശത്തും ഈ കിളികൾക്ക് വേണ്ടിയിട്ട് തന്നെയായിട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ ചിരട്ടയിലൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ വെച്ചത് സ്കൂളുകളിലൊക്കെ ഉണ്ടായിരുന്ന സമയത്തും ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ടീച്ചർമാർ നമ്മളൊരു പാഠം തന്നെ പഠിപ്പിക്കാറുണ്ട് ഇത്തരത്തിലൊരു വീടുകളിലൊക്കെ ഇത്തരത്തിൽ ഒരുക്കണം എന്നുള്ളത്. എന്തായാലും നല്ലൊരു പാഠമാണ് ഇത്തരത്തിൽ ഈ ദാഹിച്ച് വലയുന്ന പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ അവർക്ക് ഒരു വലിയ ആശ്വാസം തന്നെയായിരിക്കും അല്ലേ?